2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇസ്രായേലിലേക്ക്. ഇന്ന് രാവിലെ 9 മണിക്ക് ഇസ്രായേലിലേക്ക് യാത്ര തിരിച്ച മോദിക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും. ബെഞ്ചമിൻ നെതന്യാഹുവുമായി മോദി ചർച്ച നടത്തും. ഇസ്രായേൽ പാർലമെന്റിനെ പ്രധാനമന്ത്രി ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 8 മണിക്ക് അഭിസംബോധന ചെയ്യും. നാളെ 2 രാജ്യങ്ങൾക്കും ഇടയിലെ ഉഭയകക്ഷി ചർച്ച നടക്കും. സന്ദർശനത്തിൽ പ്രതിരോധം, സുരക്ഷ, സൈനിക, വ്യാപാര മേഖലകളിലെ സഹകരണത്തിനുള്ള കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കും. ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള ഭിന്നതയ്ക്കിടയിലും മോദിയുടെ സന്ദർശനത്തെ സ്വാഗതം ചെയ്ത് ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് രംഗത്തെത്തി. നരേന്ദ്രമോദി സ്വീകരിക്കാൻ ഇസ്രായേൽ ആകെ ഉത്സാഹത്തോടെ കാത്തിരിക്കുന്നുവെന്ന് ലാപിഡ് എക്സിൽ കുറിച്ചു. ഇസ്രായേലിന്റെ യഥാർത്ഥ സുഹൃത്താണ് മോദിയെന്നും ആഴത്തിലുള്ള സൗഹൃദമാണ് 2 രാജ്യങ്ങൾക്കുമിടയിലെന്ന് ലാപിഡ് പറഞ്ഞു. അതേസമയം പശ്ചിമേഷ്യയിലെയും ആഗോളതലത്തിലെയും ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിർണായകമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹെക്സഗൺ ഓഫ് അലയൻസസ് എന്ന പുതിയ അന്താരാഷ്ട്ര സഖ്യം പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2026 ഫെബ്രുവരിയിലെ ഇസ്രായേൽ സന്ദർശനത്തിന് മുന്നോടിയായിട്ടാണ് ഈ സുപ്രധാന പ്രഖ്യാപനം നടന്നിരിക്കുന്നത്. ഭാരതത്തെ ഒരു ആഗോള ശക്തി എന്ന് വിശേഷിപ്പിച്ച നെതന്യാഹു താൻ വിഭാവനം ചെയ്യുന്ന ഈ 6 സഖ്യത്തിലെ ഏറ്റവും കരുത്തുറ്റ പങ്കാളിയായി ഇന്ത്യയെയാണ് അടയാളപ്പെടുത്തുന്നത്. ഇറാൻ നയിക്കുന്ന റാഡിക്കൽ ഷിയ അച്ചുതണ്ടിനെയും IS ഉൾപ്പെടെയുള്ള തീവ്രവാദി ഗ്രൂപ്പുകളെയും പ്രതിരോധിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ സഖ്യത്തിൽ ഇന്ത്യയെ കൂടാതെ ഗ്രീസ്, സൈപ്രസ്, മറ്റ് അറബ്, ആഫ്രിക്കൻ, ഏഷ്യൻ രാഷ്ട്രങ്ങൾ എന്നിവരെയാണ് ഇസ്രായേൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സാമ്പത്തിക ഏകീകരണം, നയതന്ത്ര സഹകരണം, പ്രതിരോധ സുരക്ഷ എന്നിവയാണ് ഈ സഖ്യത്തിന്റെ 3 പ്രധാന തൂണുകൾ. വെറും സൈനിക കൂട്ടായ്മ എന്നതിനപ്പുറം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകളിൽ ഇന്ത്യയുമായി ചേർന്ന് വമ്പൻ ഗവേഷണങ്ങൾക്കും പദ്ധതികൾക്കും ഇസ്രായേൽ ലക്ഷ്യമിടുന്നുണ്ട്. സെപ്റ്റംബർ 2025 പാകിസ്ഥാനും സൗദി അറേബ്യയും ഒപ്പുവെച്ച പ്രതിരോധ കരാറിനെ പ്രതിരോധിക്കാനുള്ള ഒരു തന്ത്രപരമായ നീക്കമായും അന്താരാഷ്ട്ര നിരീക്ഷകർ ഹെക്സഗൺ സഖ്യത്തെ വിലയിരുത്തുന്നു. പ്രധാനമന്ത്രി മോദിയും നെതന്യാഹുവും തമ്മിലുള്ള വ്യക്തിപരമായ സൗഹൃദം ഈ സഖ്യത്തെ കൂടുതൽ ദൃഢമാക്കുമെന്നും പശ്ചിമേഷ്യൻ ഇടനാഴി പോലുള്ള പദ്ധതികൾക്ക് ഇത് പുതിയ വേഗത നൽകുമെന്നും ഇസ്രായേൽ ഭരണകൂടം പ്രത്യാശ പ്രകടിപ്പിക്കുന്നു.